ഇതൊക്കെ കേൾക്കണ്ടാവേ. അപ്പോ രണ്ട് കൈയും രണ്ട് കാലും രണ്ട് എന്താ കണ്ണും മൂക്കൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സെൻസസ് എടുത്താൽ ലോകത്ത് 15% ആളുകൾക്ക് കണ്ണ് കാണാത്തവരാണ്. നമുക്കറിയാം, നമ്മുടെ എപ്പോഴും ഇങ്ങനെ നേത്രദാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 15% ആളുകൾ കണ്ണ് കാണില്ല. ഏകദേശം 15-20% ആളുകൾക്ക് വികലാംഗരാണ്, കയ്യും കാലും ഇല്ലാത്തവർ 20% ആളുകൾ. കൂടാണ്ട് മാനസിക അസ്വസ്ഥതകളുണ്ട്. നമുക്കറിയാലോ, 20% ആളുകൾ മാനസിക അസ്വസ്ഥതകളുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവരും, നമ്മളൊക്കെ 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവരെ അതിദാരിദ്ര്യമുള്ള നാടാണ്. അതും 15%. കേറി കിടക്കാൻ കൂരയില്ലാത്തവർ. ഞങ്ങളൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഗുരുവായൂർ നടന്നപ്പോ ആ വീതിയിൽ ഇങ്ങനെ ആളുകൾ വളരെ തന്റെ സ്ഥലം എന്നുള്ള നിലയില് എന്താ പുതപ്പൊക്കെ വിരിച്ച് ആ കിടക്കണ, അത് നല്ല നല്ല ആളുകൾ വീട്ടിൽ നിന്നൊക്കെ തല്ലുകൊണ്ടുപോകുന്നതാവാം. എന്തായാലും കൂരയില്ലാത്ത. അതേസമയം കേരളത്തില് 1/3 വീടുകൾ അടഞ്ഞു കിടക്കുക എന്നുള്ള മറ്റൊരു വശം. അപ്പൊ ആ ഒരു തരത്തിലേക്ക് രാജ്യം കൊണ്ട് ഒപ്പം തന്നെ കൂരയില്ലാത്ത. ഇങ്ങനെയൊക്കെ കണക്കൂട്ടി പിടിച്ച് വന്നാൽ നമ്മളൊക്കെ ഒരു 10% ഉള്ളിൽ പെടുമെന്ന ഒരു ഭാഗ്യം നമുക്ക്. അപ്പൊ അവിടെയാണ് നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞത്. ആ ഒരു ഭാഗ്യം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് അത് സമൂഹത്തിന് തിരിച്ചു നൽകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ വിശക്കുന്ന വേള വിശക്കുന്ന വേള ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഭക്ഷണമാണ് നമുക്ക് മതി എന്ന് പറഞ്ഞ് നൽകാൻ കഴിയുന്ന ഏകദാനം. അപ്പൊ അത് ഭക്ഷണം കൊടുക്കണം. അപ്പൊ നമ്മളൊക്കെ തന്നെ ഈ തരത്തില് ഒരു മൂവ്മെന്റ് നടത്തേണ്ടതുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ രാധാകൃഷ്ണന്റെ പുറത്ത് കൂട്ടായ്മകളുടെ പ്രസംഗത്തിലുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതമാവാം, ചാമ്പറാവാം, കൂട്ടായ്മ നായത്തവാട്ട് കൂട്ടായ്മയാവാം, എന്തെങ്കിലുമൊക്കെ വിശക്കുന്ന വേറെ പുതിച്ചോറാവാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടാവും. ആ കൂട്ടായ്മകളിൽ നിന്ന് നമുക്ക് വേണ്ടതെടുത്ത് നമുക്ക് വേണ്ടവരെ ഒരു മനസ്സ് ഒരേപോലുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. അപ്പൊ അങ്ങനെ